ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നൊരു ക്യാരറ്റ് മെഴുക്കുപുരട്ടിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ ക്യാരറ്റ് മെഴുക്കുപുരട്ടി ഉണ്ടാക്കാമെന്ന് നോക്കി നോക്കാം. മെഴുക്കുപുരട്ടി എല്ലാവർക്കും പരിചയമായിട്ടുള്ളൊരു വിഭവമാണ്, പക്ഷേ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. പിന്നെ ഇതിൽ ഞാൻ ചുവന്നുള്ളിയാണ് ഉപയോഗിക്കുന്നത്, സവാള ഉപയോഗിക്കുന്നില്ല. ഒരു 10-25 അല്ലി ചുവന്നുള്ളി ഉപയോഗിക്കുന്നുണ്ട്. 1/2 കിലോ ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഉപയോഗിക്കാം, കൂടാതെ കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് നമുക്ക് ഈ ക്യാരറ്റ് മെഴുക്കുപുരട്ടി ഉണ്ടാക്കുന്നത് നോക്കി നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഈ ചുവന്നുള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയെടുത്ത് വരാം. ചെറിയ കഷ്ണങ്ങളാക്കിയ ചുവന്നുള്ളിയാണിത്. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ കുക്ക് ചെയ്യാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്, ഓയിൽ ഉപയോഗിക്കുന്നില്ല. മെഴുക്കുപുരട്ടികൾ എന്ത് തയ്യാറാക്കുമ്പോഴും വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ പാനിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിക്കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുള്ള ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ അടുത്ത് ചുവന്നുള്ളി ഇല്ലെങ്കിൽ സവാള വെച്ചിട്ടും ഇതുപോലെ ചെയ്യാവുന്നതാണ്. പക്ഷേ ചുവന്നുള്ളി വെച്ച് ചെയ്താൽ കുറച്ചുകൂടി ടേസ്റ്റാണ്, അതുകൊണ്ടാണ് ഞാൻ ചുവന്നുള്ളി വെച്ചിട്ട് മെഴുക്കുപുരട്ടികൾ തയ്യാറാക്കുന്നത്. സവാള നന്നായിട്ട് വാടിക്കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ക്രഷ്ഡ് ചില്ലിയാണ്. ഒരു 3 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ചില്ലി ചേർക്കുന്നുണ്ട്. ഈ ക്യാരറ്റിന് നല്ല മധുരമല്ലേ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൂടുതൽ എരിവ് ചേർക്കുന്നത് നല്ല ടേസ്റ്റാണ്. ഇത് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം കേട്ടോ. ഇതിൻ്റെ പച്ചമുളകൊന്ന് മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്യാരറ്റ്, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. നമ്മളിന്ന് മെഴുക്കുപുരട്ടി ഉണ്ടാക്കുമ്പോൾ തീരെ വെള്ളം ചേർക്കണില്ല. ആവിയിൽ വെച്ചിട്ട് ചെറുതായിട്ട് ഇളക്കി കൊടുത്തിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്ത ശേഷം മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി മൂടി തുറന്നിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ മുഴുവനായിട്ട് വെന്തിട്ടില്ല. ക്യാരറ്റ് ഒന്നും കൂടിയും വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം കൂടി മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കൂടി മീഡിയം ഫ്ലെയിമിൽ നമ്മൾ വേവിച്ചെടുത്തു. ഇനി ഇത് തുറന്ന് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇനി ഇത് മൂടി വെച്ചിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല, ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് അങ്ങോട്ട് വെന്തുടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിലെ വെള്ളം മുഴുവനായിട്ട് ഡ്രൈ ആയിട്ട് എടുക്കണ വരെ ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ വേണം തീ വയ്ക്കാൻ വേണ്ടിയിട്ട്. ക്യാരറ്റ് മെഴുക്കുപുരട്ടി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇതുപോലെ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. തീരെ വെള്ളം ഒഴിക്കാതെ ക്യാരറ്റ് മെഴുക്കുപുരട്ടി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. ഇനി ചോറിന് വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല, ഈ മെഴുക്കുപുരട്ടി മാത്രം മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.